ഹായ് ഓൾ, ഞാൻ നൈനു ഫാത്തിമ, ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ മെജോറിറ്റി ആളുകളെയും പോലെ തന്നെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഡോക്ടർ ആവുക എന്ന സ്വപ്നം ഉള്ളിൽ കൊണ്ടു നടന്ന വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു ഇമോഷണൽ സൈഡ് മാത്രം ചിന്തിച്ചതുകൊണ്ട് ജീവിതത്തിലെ വിലപ്പെട്ട 3 വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തി കൂടിയാണ്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിച്ച 3 വർഷങ്ങളായി അവയെ കണക്കാക്കാം. പക്ഷെ മറുവശം നോക്കുകയാണെങ്കിൽ കേരളവും കടന്ന് ഇന്ത്യയും കടന്ന് ഈ ലോകം എനിക്ക് മുന്നിൽ വെച്ച് നീട്ടിയ ഒരുപാട് അവസരങ്ങൾ കാണാതെ പോയ, മനസ്സിലാക്കാതെ പോയ 3 വർഷങ്ങൾ കൂടിയായിരുന്നു അത് എന്ന് പറയാം. ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞ റിയാലിറ്റി എന്തെന്നാൽ MBBS എന്ന ഡിഗ്രി നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് എടുത്താലും അത് MBBS തന്നെയാണ്. വാട്ട് മാറ്റേഴ്സ് ഇസ് ദാറ്റ് ദ എഫേർട്ട് വി പുട്ട്. നമ്മൾ ആ കോഴ്സ് പഠിക്കുമ്പോൾ ഇടുന്ന ആത്മാർത്ഥതയ്ക്കും എഫേർട്ടിനും അനുസരിച്ചാണ് ആ ഫീൽഡിലെ നമ്മുടെ ഫ്യൂച്ചർ കരിയർ എന്താണെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറന്റ്ലി നീറ്റ് ആസ്പിരൻസ് ആയവർക്കും എബ്രോഡ് MBBS ഓർ നീറ്റ് എന്ന സംശയമുള്ളവർക്കും വാട്ട് ആഫ്റ്റർ എബ്രോഡ് MBBS എന്ന ടെൻഷൻ ഇപ്പോഴേ ഉള്ളവർക്കും ഒക്കെ വേണ്ടിയാണ് ഈ വീഡിയോ. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനൊരു ക്ലാരിറ്റി ലഭിക്കും എന്ന് ഞാൻ കരുതുകയാണ്. +2 കഴിഞ്ഞതിന് ശേഷം ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെ ഞാനും ഒരു റിപ്പീറ്ററായി ജോയിൻ ചെയ്തു. നീറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ തകൃതിയായി മുന്നോട്ട് പോയി. പക്ഷെ ആദ്യ വർഷം എന്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അത്യാവശ്യം നല്ല ഹോംസിക് ആയിരുന്നു. ഒപ്പം 10-12 hours ഒക്കെ തുടർച്ചയായി പഠിക്കാനുള്ള മൈൻഡ് സെറ്റൊന്നും അന്നില്ലായിരുന്നു. അത് അന്നത്തെ എന്റെ നീറ്റ് റിസൾട്ടിലും വ്യക്തമായി കാണായിരുന്നു. അടുത്ത വർഷം ഉറപ്പായി ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യുമെന്ന പ്രതിജ്ഞയിൽ വീണ്ടും നീറ്റ് പ്രിപ്പറേഷൻസ് തുടങ്ങി. എന്റെ 200% എഫേർട്ട് ഞാൻ ഇട്ട വർഷമായിരുന്നു അത്. ഉറക്കം കുറഞ്ഞു, സ്റ്റഡി അവേഴ്സ് കൂടി. പക്ഷെ എന്റെ ഭാഗ്യക്കേടെന്ന് പറയട്ടെ, OMR ഒരു 4 ക്വസ്റ്റ്യൻ ബബിൾ ചെയ്തത് മാറിപ്പോയി. അതെന്റെ റാങ്ക് ലിസ്റ്റിനെ ചെറുതായല്ല ബാധിച്ചത്. കട്ട് ഓഫിന്റെ ബോർഡർ ലൈൻ മാർക്സ് സ്കോർ ചെയ്യാൻ മാത്രമേ അന്ന് എനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ അനുഭവിച്ച ഏറ്റവും വലിയ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആ വർഷമായിരുന്നു. കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ട് നീറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിഷമം ഉണ്ടാക്കുമെന്ന് നീറ്റ് ആസ്പിരൻസിന് മനസ്സിലാവുമായിരിക്കും. 27 ലക്ഷം പേര് എഴുതുന്ന ഒരു എക്സാമിൽ 5000-ലോ 7000-ലോ വരിക എന്ന് പറയുന്നത് റിസ്ക് ഫാക്ടർ കൂടിയാണ്. പക്ഷെ ആ വർഷം ഞാൻ എന്റെ പേരൻസിനെ പറ്റിയും ഞങ്ങളുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയും ഒക്കെ ചിന്തിച്ചു. ഇനിയും ഒരു സൂപ്പർ റിപ്പീറ്റർ എന്ന ലേബലിൽ ഒരു കോച്ചിങ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകാനുള്ള ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എനിക്കന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ അത്യാവശ്യം നല്ല സെൻസിറ്റീവാണ്. അതിനൊപ്പം തന്നെ 3-ാം വർഷവും സ്ട്രെസ്ഫുൾ ആകാനുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. സെയിം ടൈം എന്റെ പേരൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇന്ന് MBBS സ്റ്റുഡന്റ് എന്ന ലേബലിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതും അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു വർഷം കൂടി നീറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന തീരുമാനത്തിൽ ഞാൻ എത്തുകയായിരുന്നു. പക്ഷെ അത് കോച്ചിങ്ങിന് പോയിക്കൊണ്ടായിരുന്നില്ല. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ BSc സുവോളജി എടുത്ത ഒരു ഡിഗ്രി സ്റ്റുഡന്റായി ഞാൻ കയറിയിരുന്നു. അതിനൊപ്പം തന്നെ നീറ്റ് പഠനം കൊണ്ടുപോയി. ഞാൻ എടുത്ത തെറ്റായ ഡിസിഷൻ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഒരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു കോച്ചിങ് അറ്റ്മോസ്ഫിയർ തന്നെ ആയിരുന്നു ആവശ്യമെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. കാരണം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം അല്ല നീറ്റ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ കോളേജ് വൈബ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, കലോത്സവ വേദികളിൽ സജീവമായിരുന്നു. അതൊക്കെ ഇമോഷണൽ സൈഡിൽ നോക്കുമ്പോൾ ശരിയാണ്. ഞാൻ ഹാപ്പി ആയിരുന്നു, മെന്റലി ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ നമ്മളൊക്കെ ഗ്രോൺ അപ്പ് സ്റ്റുഡൻസ് ആണ്. ഒരിക്കലും കരിയർ സ്റ്റേബിൾ ആക്കാനുള്ള ഒരു പരിശ്രമത്തിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ നോക്കി പോകരുത്. മോർ ഓവർ നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ അത്യാവശ്യം നന്നായി കഴിഞ്ഞ് നീറ്റ് എഴുതിയിരുന്നു. പക്ഷെ ഭാഗ്യക്കേട് വീണ്ടും ചതിച്ചത് നീറ്റ് സ്കാമിന്റെ രൂപത്തിലാണ്. അതോടുകൂടി മുന്നിലെ എല്ലാ വാതിലുകളും അടഞ്ഞൊരു ഫീലായിരുന്നു. പിന്നീടാണ് എന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്റെ മുന്നിലേക്ക് എത്തുന്നത്. ഡിഗ്രി തുടങ്ങുന്ന സമയം തന്നെ എബ്രോഡ് MBBS എന്നൊരു സജഷനുമായി എന്റെ ഫ്രണ്ട് എനിക്ക് കേംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ എന്ന ഏജൻസി പരിചയപ്പെടുത്തിയിരുന്നു. എബ്രോഡ് പോയിട്ട് വേറൊരു സ്റ്റേറ്റ് പോലും മനസ്സിൽ കാണാത്ത ഞാൻ ഒടുക്കം എബ്രോഡ് MBBS എന്ന ഡിസിഷനിൽ ഉറച്ചു നിന്നു. പൊതുവേ നമ്മുടെ നാട്ടുകാർക്ക് ഒരു ചിന്താഗതിയുണ്ട്, എബ്രോഡ് MBBS വെറുതെ കിട്ടുമെന്ന്. എന്നാൽ യൂണിവേഴ്സിറ്റിയും ലാബ് എക്സ്പോഷറും ക്ലിനിക്സും സിലബസും എല്ലാം കൃത്യമായി മനസ്സിലാക്കി ഇങ്ങ് ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കുന്ന ഞാൻ പറയുന്നു, നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് MBBS കിട്ടൂ. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടും ഞാൻ എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ നാടും വീടും ഒക്കെ താൽക്കാലികമായെങ്കിൽ കൂടിയും ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത്. അതിന് കൃത്യമായ ഒരു ഗൈഡിങ് തന്നത് കേംബ്രിഡ്ജും കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിലെ വലിയൊരു യാത്രയിലാണ്. 5 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ നൈനു ഫാത്തിമ എന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഡ്രീം ബിഗ്. നമ്മുടെ ചുറ്റുപാട് മാത്രം നമ്മുടെ അവസരങ്ങളായി കാണാതെ
ഈ ലോകം മുഴുവൻ നിങ്ങൾക്കായി തുറന്നു വെച്ച അവസരങ്ങളെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക.